മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം സീറ്റ് ധാരണയിലേക്ക് 17 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ശിവസേനയുമായി ചർച്ച തുടരുന്നത് 2 സീറ്റുകളിലാണ്. അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, കോൺഗ്രസും ശിവസേനയും തമ്മിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. NCP ശരത് പവാർ മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ശിവസേനയുമായുള്ള തർക്കം കോൺഗ്രസ് പരിഹരിക്കാൻ പോകുന്നത്? നികേഷ്, മഹാരാഷ്ട്രയിൽ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല അടക്കം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ചുമതല ജനറൽ സെക്രട്ടറി കൂടിയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് 17 സീറ്റുകളിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കും എന്നുള്ളതാണ്. 2 സീറ്റുകളിൽ മാത്രമാണ് ശിവസേനയുമായി തർക്കം നിലനിൽക്കുന്നത്. ആ തർക്കം ഇന്നോ അല്ലെങ്കിൽ നാളെയോ പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ സംസ്ഥാനത്ത് പോകില്ല എന്നും ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ ഇപ്പോൾ ധാരണപ്രകാരം 18 സീറ്റിൽ ശിവസേന, 17 സീറ്റിൽ കോൺഗ്രസ്, 10 സീറ്റിൽ NCP, അതോടൊപ്പം തന്നെ 3 സീറ്റിൽ വഞ്ചിത് ബഹുജൻ അഘാഡി എന്നീ പാർട്ടികൾ മത്സരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-ഉം CPI-യും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഈ സഖ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ അവർക്ക് സീറ്റുകൾ നൽകില്ല എന്ന ഉറപ്പാണ്. പക്ഷേ അവരെ സഖ്യത്തിൽ നിർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സീറ്റുകൾ നൽകും എന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ അവിടെ CPM-ഉം CPI, നേരത്തെ CPM-ഉം CPI-യും എന്നീ പാർട്ടികളെ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുംബൈയിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര സമാപന സമ്മേളനത്തിൽ CPM ഉൾപ്പെടെ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സഖ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ CPM-ഉം CPI-യും ഉണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അവർക്ക് നിയമസഭാ സീറ്റുകൾ നൽകിക്കൊണ്ടായിരിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ അവർക്ക് പരിഗണന നൽകിക്കൊണ്ടായിരിക്കും അവരുമായുള്ള ബാക്കി ചർച്ചകളിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും 17 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിൽ 7 സീറ്റുകൾ SC/ST സീറ്റുകൾ അത് കോൺഗ്രസ് ചോദിച്ചു മേടിച്ച് അവിടെ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോൺഗ്രസ് കൃത്യമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ ചോദിച്ച് മത്സരരംഗത്തേക്ക് എത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ തർക്കത്തിലുള്ള 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കി സീറ്റുകളിൽ എല്ലാ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടി മനസ്സിലാവുന്നു. എന്താണെങ്കിലും മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ഇന്ത്യ സഖ്യത്തിൽ ചർച്ചകൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നത് സഖ്യത്തിന് ഏറെ ആശ്വാസകരമായ കാര്യമായി തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയാം. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നോബൽ മാരിക്കാരൻ. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം സീറ്റ് ധാരണയിലേക്ക് എത്തുന്നു. കോൺഗ്രസ് 17 സീറ്റുകളിൽ മത്സരിക്കും.